കൊല്ലല്ലേ. ഫാമിൽ നിന്ന് കോഴി പൊട്ടിച്ച് ഞാനല്ല, മീൻവളത്തിലെ കൊടുത്ത് സ്ഥിരമായിട്ട് വട്ടവലയിട്ട് മീൻ പിടിക്കണത് ഞാനല്ല. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അളിയോ, അളിയ ഇപ്പൊ എന്നാ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ. അളിയാ ഞാൻ മറന്നുപോയി അളിയാ. എന്റെ ബോധം പോയി കിടക്കല്ലേ അളിയാ. എപ്പോ വരും എന്നത് ബോധം? എടാ ദാസപ്പ അവന്റെ ബോധം പോയി കിടക്കുമല്ലേ. പറഞ്ഞതുപോലെ അത് ശരിയല്ല. ശരിയാക്കി തരാം. എല്ലാരും ഒന്ന് ഇരുന്നേ. ചീട്ട് കളിക്കാനാണ്? എന്നാ 3000 മതി. എടാ നമ്മളിവിടെ ചിട്ടെടുക്കാൻ വന്നാണ് അല്ലേ? ഒറ്റ കിരുവച്ചെന്നുണ്ടല്ലോ. ആണ്. നമ്മൾ ഈ രാത്രി നോക്കും പിടിച്ച് വന്നതേ വെടി വെക്കാൻ. വെടിയിറച്ചി സൂപ്പറാ. മാനിനെ മയിലിനെ മൈ ഒറ്റ ചവിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, മയില്. സുധാകര നീ പറയടാ. 3-4 ദിവസമായി ഞാൻ കിടന്നുറങ്ങിയിട്ട്. അത് കൊതുക് ശല്യത്തിൻ്റെതാണ്. ഒരു ഗുഡ് നൈറ്റ് വെച്ചാൽ മതി. ഗുഡ് നൈറ്റ്. അളിയനോട് ഒറ്റക്കല്ലേ? എത്ര നാളായി ഞാൻ ഇവനോട് പറയുന്നു കല്യാണം കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ കസ്റ്റഡിയിൽ ഒരു പെണ്ണുണ്ട്. പിന്നെ നമുക്ക് നാളെ തന്നെ ആലോചിച്ചാലേ. ഇവിടെ കല്യാണാദിക്കം വന്നാ കിഴങ്ങന്മാരെ 3. എടാ ഞാൻ നിന്റെ അമ്മാവനാ. സോറി അമ്മാവാ. അപ്പൊ നമ്മൾ രണ്ടുപേരാണ് കിഴങ്ങന്മാര്. സെയിം പിച്ചി പറകിഴങ്ങ. പാതിരാത്രി ആകുമ്പോ ഈ വീടിന് ചുറ്റും ആരൊക്കെ വന്ന് പോകുന്നുണ്ട്. എന്നാ പിന്നെ അവർക്ക് പകല് വന്നുകൂടെ? അവർക്ക് പകല് വരാൻ വഴി അറിയത്തില്ലെങ്കിലോ? ഓ, അത് ശരിയാണല്ലോ. കൺഫ്യൂഷനായി. അടിയും പറ. അതെ, ചില ദിവസങ്ങളിൽ ഇവിടെ കുതിരക്കുളപ്പടി കേൾക്കും. അതാരെങ്കിലും കുതിരപ്പുറത്ത് വരുന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോ എന്തോ വന്ന് വീഴുന്ന ശക്തിയായ ശബ്ദം കേൾക്കും. പേടിക്കണ്ട, കഥ കടഞ്ഞതാ. ഇല്ലെങ്കിലേ ഇടക്കിടക്ക് ഞെട്ടേണ്ടി വരും. കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായ. ഇന്ന് അവനെ പൂട്ടണം. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നത്. പോരാത്തതിന് കൊല്ലൻ സുദർശനാചാര്യ പണിത ഒറ്റക്കുഴൽ തോക്കും. മൊത്തത്തിലൊരു ഹൊറർ സിനിമ പോലുണ്ട്. ആ കസരിങ്ങടുത്തെ ദേ പിടിച്ചു. അയ്യോ, പ്രേത സിനിമകളിലെ കസരിങ്ങനെ ആടിക്കൊണ്ടേ. അയ്യോ എന്റെ ദൈവമേ. അവര് വരാൻ സമയായി. തോക്കെടുക്കമ്മാവ. ഈ കൂട്ടത്തിൽ ആർക്കാ നന്നായിട്ട് വെടിവെക്കാൻ അറിയാവുന്നത്? അമ്മാവന്. വയസ്സ് 70 കഴിഞ്ഞു. ഉന്നം തെറ്റും. അമ്മാവ, ഈ കാര്യത്തിൽ ഇപ്പോഴും അമ്മാവൻ എനിക്ക് വിശ്വാസമാണ്. സുദർശൻ ആചാരിച്ച് അതിക്കുകയല്ല. അമ്മാവൻ എത്ര കൊല്ലായി ഈ തോക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 35 വർഷം. വെച്ച വെടിയൊന്നും പാഴായി പോയിട്ടില്ലല്ലോ. എണ്ണി നോക്കിയിട്ടില്ല. ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രമിക്കാം. ദൂരക്കാഴ്ച അല്പം കുറവാണ്. അത് സാരമില്ല. അയ്യോ, വല്ലാത്തൊരു പരിപ്പറം. ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം. അളിയൻ വെള്ളമെടുക്കാൻ പോയാ ഒരു കാര്യം ഞാൻ പറയാം. പുറത്ത് എന്ത് കടന്നാലും ആരും വെളിക്കിറങ്ങി. അയ്യോ, എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുള്ളതാണ്. അതിനകത്ത് സൗകര്യമുണ്ട്. അത് മതി. എന്താണ് അവരുടെ ഉദ്ദേശം? എന്നാൽ അത് ആരായിരിക്കും? അല്ല, ഈ സുധാകരൻ വല്ല കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് സംശയമില്ല അതില്ല. ഏയ്, കാര്യം അല്പം തരികിടയാണെങ്കിലും അവനാള് നല്ലവരാ. കൂട്ടത്തിലൊരാൾക്ക് ആവത്ത് വരുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഏയ്, പോരാഞ്ഞിട്ട് അളിയും പിന്നെ ആ അമ്മോ, വേണ്ടായിരുന്നു. വേണ്ട, കഴിക്കണ്ട. അല്ല, വേണമായിരുന്നു. ഇപ്പൊ ഒരു ധൈര്യമൊക്കെ വരും. മാറമാവാ. അളിയ കണ്ട, നോക്ക്. അയ്യോ, ആരാ? അച്ചപ്പ, അമ്മാവാ, അച്ചപ്പ നിന്ന് പേടിപ്പിക്കണ. അമ്മാവാ, നമ്മൾ പ്രതീക്ഷിച്ച ആള് വന്നിട്ടുണ്ട്. ഒരുമാതിരി അവ്യക്തമായ രൂപം. അമ്മാവന് ദൂരക്കാഴ്ച കുറവായതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റും. അമ്മാവ തോക്കെട്. എന്നാലും അച്ചപ്പത്തേന്ന് പിടിക്കുകയല്ലേ എന്റെ അമ്മോ. വെടിപോകും. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുവാ അമ്മാവ. കരികൊക്ക് നല്ലതാ. വറുത്തരച്ച് വെച്ച സൂപ്പറാ. കഴിഞ്ഞു. ആള് വീണ. വീണു. അമ്മാവ കണ്ട? ഇല്ല. പിന്നെ ആളെങ്ങനെ വീണെന്ന് മനസ്സിലായി? വെച്ച വെടിയൊന്നും പാഴായിട്ടില്ല. സുദർശനാചാര്യ ചതിക്കത്തില്ല. പ്രസാദനോ ഇതെന്നാ പറ്റിയതാ? ചുരുക്കി വിളിച്ചാൽ മതി, ക്ഷിപ്രാണ്. ആണോ? ഞങ്ങൾ അയലോക്കാരൊക്കെ അങ്ങനെ വിളിക്കണം അല്ലേ? പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നണത്. ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കണ്ട. എന്നാ പറ്റിയതാ? നീ എന്തൊരു മണ്ടനാടാ. അങ്ങേരുടെ തലയെ കെട്ട് അറിയത്തില്ലേ? അങ്ങേരുടെ തലയ്ക്കാ പരിക്ക് പറ്റിയത്. സംസാരിക്കാൻ പറ്റത്തില്ല. അല്ല, ശരിക്കും എന്നാ പറ്റിയതാ? നിങ്ങൾ എല്ലാരും കൂടി ചോദിച്ചു ഇങ്ങനെ അണ്ണന് ബുദ്ധിമുട്ടിക്കാതെ. യഥാർത്ഥത്തിൽ എന്നാ പറ്റിയാണ്? ചേർത്തി വല്ലതും ചെയ്താ? എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞിട്ട് പടിഞ്ഞാപ്പുറത്തിറങ്ങി മുള്ളി വെച്ചാണ് ഞാൻ കിടക്കാൻ പോണത്. ഇന്നലെ അങ്ങനെ മുള്ളാനിറങ്ങിയതാ. പടക്കം പൊട്ടണ്ട ഒരൊച്ച കേട്ട്.
പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ദേ കിടക്കണ താഴെ. നന്നായി. ആ, അല്ലല്ല വേറൊന്നും പറ്റിയില്ലല്ലോ. മുട്ടിന് താഴെ നെല്ലിക്കാ വട്ടത്തിലൊരു തൊള. സുദർശനാചാര്യയുടെ ഒരു കഴിവേ. എടാ ഇങ്ങോട്ട് വന്നേരാ. ഈ കാലം പറ്റിക്ക്. അയ്യോ എന്റെ കാല്. ഡാ, എന്റെ ഒരു ഉണ്ടേ പോയിട്ടുള്ളൂ. തോക്കിന്ന് ഒരു ഉണ്ടേ പോയി. പക്ഷേ കെട്ട് രണ്ടെണ്ണം ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. வீட்டு மேல காத்தடிக்குது காத்து ரொம்ப நாத்த